ഒന്ന് പുറത്തു ഇവനെ കൊണ്ട് ഊരി ചുറ്റാൻ പോകുന്ന നിനക്ക് നാണില്ലേ? അതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? നീ അഡ്വക്കേറ്റ് സണ്ണിച്ചെറിയുടെ മോളാണ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ സ്റ്റാറ്റസ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് സ്റ്റാറ്റസ്. മനുഷ്യർ വല്ല അപവാദവും പറഞ്ഞ എനിക്കൊരു ചുക്കുമില്ല മമ്മി. നീ എന്തിനാണ് അവളോട് കാർ കയറി പോയത്? എന്നെ നിർബന്ധിച്ച് കാർ പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതാ. കിഡ്നാപ്പോ? അവൻ എന്റെ ആരാടാ? എന്റെ പൊന്നു മമ്മി വെറുതെ ചൂടാവാതെ. ഞാൻ ഈ പാവത്തിന് ഒരു പ്രസന്റേഷൻ വാങ്ങിക്കൊടുക്കാൻ പോയതാ. മൈ ബർത്ത്ഡേ കോംപ്ലിമെന്റ്. ഐ ഡിഡ് ഇറ്റ് ഓൺലി ഔട്ട് ഓഫ് ഹ്യൂമൻ സിമ്പതി. അതൊരു തെറ്റാണോ മമ്മി? ശരി ശരി, ഇനി എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മറ്റുള്ളവരെ കൊണ്ട് അതുമിതും പറയിക്കരുത് മോളെ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇതാ ഗുരുനാഥയുടെ കൈകൊണ്ട് തന്നെ ശിഷ്യന് ഇത് കൊടുത്താട്ടെ. വിഷ്ണു, ഇവിടെ വരൂ. ഡോക്ടറെ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ. ഇറങ്ങി വരാൻ. എടോ, തലമുറയായി വിത്തുകാളെ കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. താൻ വന്ന് ഞങ്ങളുടെ പിഴപ്പ് മുട്ടിച്ചു. ആ മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ട് ഞാൻ ജീവിക്കില്ലടോ. അതുകൊണ്ട് താൻ എന്നെയും കൊല്ല്, നീലാണ്ടനെയും കൊല്ലടോ. കൊല്ലാൻ. തന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ അന്ന് വീട്ടിൽ വന്നത്. പക്ഷേ താൻ അന്ന് വെട്ടുകത്തിയായിട്ട് എന്നെ ഓടിക്കാൻ ചെയ്തത്. ഞാൻ പിന്നെ എന്തോ ചെയ്യും? ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിൽ വരുമ്പോൾ നാട്ടിൽ വിത്തുകാലയം കൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായി തൊഴിലില്ലാതാവും. അതിന് ഗവൺമെന്റിൽ നിന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താ പദ്ധതി? നിങ്ങളെ കാളയെ മൃഗാശുപത്രിയിലേക്ക് എടുക്കുന്നു. നേരെയാണോ ഈ പറയുന്നത്? അതെ. ഇന്നു മുതൽ നിങ്ങളെ മൃഗാശുപത്രിയിലെ ജീവനക്കാരനാണ്. നീലാണ്ടനെയും സർക്കാരിലേക്ക് ഞാൻ വിലക്കെടുത്തിരിക്കുന്നു. അതെന്തിന്? ഈ നാട്ടിലുള്ള എല്ലാ പശുക്കൾക്കും നീലാണ്ടന്റെ മണം പരിചയമാണ്, ഇഷ്ടവുമാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുമ്പോൾ ഇൻസ്പിറേഷന് വേണ്ടി നീലാണ്ടൻ പശുക്കളുടെ അടുത്ത് നിൽക്കട്ടെ. അവന് ഞാൻ നല്ലൊരു വിലയും വാങ്ങിത്തരാം. ഈ വലിയ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വെറും കാളമത്തായിയാണ് ഏമാനെ. എന്നെത്താൻ ഏമാനെ എന്നൊന്നും വിളിക്കണ്ട. ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ സ്നേഹിതൻ ഡോക്ടർ എൽ.എൻ. എലിക്കുളം. ആരാ? എൽ.എൻ. എലിക്കുളം. കൊടടോ മാപ്പിളെ കൈ. ഇങ്ങനെ ഷർലി, ഞാനിതുവരെ കർണാടക സംഗീതമാണല്ലോ കൈകാര്യം ചെയ്തത്. ആന്റിയോട് പറയാതെ ഇനിയിപ്പോ വെസ്റ്റേൺ മ്യൂസിക്കും പഠിച്ചാൽ രണ്ടും അവതാളത്തിലാവോ? ഏയ്, അങ്ങനെ ഒന്നും ആവൂല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം. സരിഗമ പദനിസ മറക്കുക. അയ്യോ, അതങ്ങനെ മറക്കാൻ പറ്റുമോ? ആദ്യത്തെ പാഠമല്ലേ അത്? ഏത് പാഠമായാലും വെസ്റ്റേൺ മ്യൂസിക് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ മറ്റെല്ലാം താനെ മറന്നു പോവും. ഗോ അഹെഡ്. ശരി, എങ്കിൽ തുടങ്ങാം. അങ്ങനെയല്ല, ഇങ്ങനെയാ ഗിറ്റാർ പിടിക്കേണ്ടത്. അല്ല, ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ രണ്ടിനും ഒരേ സ്വരങ്ങൾ തന്നെ. ആ, എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വായിച്ചാട്ടെ. അങ്ങനെയല്ല, കൊച്ചുമറിയേ, ഇവിടെ എവിടെ പോയി കിടക്കണാവൂ? കർത്താവേ, ഇത് ഞാൻ പട്ടാളത്തിൽ ചേർന്നോ? പട്ടാളത്തിലും പോലീസിലും ഒന്നല്ലടി. ഈ ഡോക്ടർ എന്നെ മേൽപോട്ടേക്ക് എടുത്തു. മേപ്പോട്ടെടുത്തോ? ആ, എന്നെയും നീലാണ്ടനെയും മൃഗാശുപത്രിയിൽ നിയമിച്ചു. നേരോ? ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു പശുവിനെ വാങ്ങാനുള്ള ലോൺ കൂടി ഞാൻ വാങ്ങിത്തരാം. ഒടുവിൽ ദൈവം കണ്ണു തുറന്നു. കണ്ണു തുറന്ന് ദൈവം നല്ലടി. ഈ നിൽക്കുന്ന ഡോക്ടർ എലിക്കുള. ഒരാള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിക്ക. നീ ഇപ്പൊ ഒരു ചായ എടുത്തിട്ട് വാ. നീ ആ ചോന്ന പാട്ടയിൽ ബിസ്ക്കറ്റ് ഉണ്ട്. അയ്യോ മത്തായിച്ച, ചതിക്കല്ലേ. എന്തിനാ ഡോക്ടർ ഓർണേ? ചതിക്കരുത് മത്തായിച്ച. ആ പഴയ ചായന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇവിടെ ഇരിക്കി. അല്ല, ആ ചോന്ന ടീനിലുള്ള പഴയ ബിസ്ക്കറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? ആരെയും വകവയ്ക്കാത്ത ഒരഹങ്കാരിയായിരുന്നു രാജകുമാരി. പക്ഷേ പാവപ്പെട്ട കലാകാരന്റെ കഴിവിന് മുന്നിൽ അവൾ തലകുനിച്ചു. എന്നിട്ട് എല്ലാം മറന്ന് അവൾ അവനെ സ്നേഹിച്ചു. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അയാളോടൊത്ത് ജീവിക്കണമെന്ന്
അവൾ തീരുമാനിച്ചു. മെടുക്കി. പക്ഷേ അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നിശ്ചയിച്ച രാത്രി ആരും അറിയാതെ അയാൾ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി. ഭീരു. ആട്ടെ, ആ കലാകാരന്റെ സ്ഥാനത്ത് വിഷ്ണു ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? മരിക്കേണ്ടി വന്നാലും ആ രാജകുമാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വിധിയെ നേരിടുമായിരുന്നു. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായും. എങ്കിൽ ആ രാജകുമാരി ഞാനും കലാകാരൻ വിഷ്ണുവുമാണ്. വാട്ട്? എന്താ നടങ്ങുന്നത്? അത് അത് വിഷ്ണു, I love you with all my heart. സാറിനൊരു നോട്ടീസ് ഉണ്ട്, വീട് ഒഴിഞ്ഞു കൊടുക്കാൻ. വീട് ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ സാർ, അഡ്വക്കേറ്റ് പ്രേംകുമാർ വഴി രജനി അയച്ചിരിക്കുന്ന നോട്ടീസാണത്. വാട്ട്? വീട് അവളുടെ പേരിലല്ലേ സാർ, അതുകൊണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ അവകാശമുണ്ടല്ലോ. അവൾ അത്രയ്ക്കായോ? സാർ, ബഹളം ഉണ്ടാക്കരുത് സാർ, ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് സാർ. പ്ലീസ് സാർ, സാർ പ്ലീസ്. ശരി, ഞാൻ പറഞ്ഞു കേൾക്ക് സാർ. സാർ നിൽക്കണം സാർ, സാർ പ്ലീസ്. സാർ 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 നിൽക്കണം സാർ, സാർ പ്ലീസ്. രജനി, എടി രജനി. വാട്ട് യു വാണ്ട് മിസ്റ്റർ സണ്ണിച്ചെറിയൻ? ഐ വാണ്ട് ടു സീ രജനി. നോ, എന്റെ ക്ലയന്റ് ഇപ്പൊ കാണാൻ തരപ്പെടില്ല. രജനി ചുമതലപ്പെടുത്തിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എവിക്ഷൻ നോട്ടീസ് അയച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോർട്ടിൽ പറയാം. എന്താണ് കാണിക്കുന്നത്? പ്രേംകുമാർ അവളുടെ അഡ്വക്കേറ്റ് ആണ്. Why do you call with him? Let us go. Come on, please. I won't leave her. നടന്നു സാർ, നടക്ക്. പോയോ? പിന്നെ പോവാതെ എങ്ങനെയെങ്കിലും അവനെ ഇവിടുന്ന് ഇറക്കി വിടണം. ഞാൻ ഏറ്റു. മിനിയുടെ കല്യാണം എത്ര മണിക്കാ മോളെ? കല്യാണം 10 മണിക്കാ, പക്ഷേ സദ്യയെല്ലാം കഴിയുമ്പോ 2 മണിയാവും. ശരി, പോയിട്ട് വരും. വിഷ്ണു, വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ആന്റി? പറയാം, വരൂ. ആന്റി എന്നെ നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. നിനക്ക് എന്ത് പറ്റി വിഷ്ണു? ഷർലി വരുന്നതിന് മുമ്പ് ആന്റി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഇനിയും നമ്മൾ തമ്മിൽ തെറ്റായ ഒരു ബന്ധം ഉണ്ടാവരുതെന്ന്. അതുകൊണ്ട് ഇനി ആ തെറ്റ് ആവർത്തിക്കരുതെന്ന് എന്റെ മനസാക്ഷി എന്നോട് പറയുന്നു. വിഷ്ണു, ഷർലി വീട്ടിലില്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിവിടെ വെച്ച് തന്നെ പറയാമല്ലോ. നോ, എന്റെ കൂടെ വരൂ. വരാം. എന്താ കുഞ്ഞ്? എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കാസിനോട് അടുത്ത് കിടക്കാണ്. താൻ പോയി എന്താണെന്ന് നോക്കി അതെടുത്തോണ്ട് വരൂ. ശരി കുഞ്ഞ്. ഷെർലി കാലത്തെ കല്യാണത്തിന് പോയതുകൊണ്ടാ നമുക്ക് ഇന്നൊന്ന് കൂടാൻ പറ്റിയത് വിഷ്ണു. അവൾ ഒരു പാവം പെണ്ണാന്റി. നമ്മുടെ ഈ ബന്ധത്തെക്കുറിച്ച് അവൾ അറിഞ്ഞാൽ വളരെ മോശമാ. അവൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. നീ അതോർത്ത് പേടിക്കണ്ട. ഇത് അവസാനത്താണ് ആന്റി. ഇനി വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. ഞാൻ പോകുന്നു. അവളെ വൈകുന്നേരമേ വരൂ. എന്നാലും പൊയ്ക്കോ. മോള് മടങ്ങി പോകുന്നതുവരെ വീണ്ടും ഞാൻ ഈ നാടകം തുടരണമെന്നല്ലേ?
വല്ലാത്ത ഗതികേട് തന്നെ ആന്റി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എത്ര തവണ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഇനി മരണം വരെ എനിക്ക് നിന്നെ പിരിയാനാവില്ല വിഷ്ണു. നീ എന്നെ വിട്ടു പോകുവോ? ഇല്ല ആന്റി. എനിക്ക് പറ്റുള്ളൂ. ഒന്ന് ചിരിച്ചുകൊണ്ട് പോകൂ വിഷ്ണു. മിസ്റ്റർ സണ്ണിച്ചെറിയാൻ, കോടതി വിധി നടപ്പാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ആസ് എ ലോയർ യു ഓൾസോ നോ ഇറ്റ്. ഇൻസ്പെക്ടർ, ഈ വീട് എന്റെയാണ്, ഞാൻ പണിയിച്ചതാണ്. ആയിരിക്കാം, പക്ഷെ ഇപ്പോഴും എന്റെ ഉടമസ്ഥ രജനിയാണ്. ഷി ഹാസ് ബിട്രേഡ് മീ. ദാറ്റ്സ് എ ഡിഫറന്റ് കേസ്. സാർ, ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. നമുക്ക് അവിടെ ചെന്നിരുന്ന് വേണ്ട മേൽ നടപടികളെ കുറിച്ച് ആലോചിക്കാം. പ്ലീസ് കം, പ്ലീസ്. പറഞ്ഞു സാർ. മാഡം, ദ പാർട്ടി ഹാസ് വെക്കേറ്റഡ് ദ ഹൗസ്. താങ്ക് യു സർ. മോളെ, മമ്മിയുടെ കണക്കൂട്ടിൽ എങ്ങനെ ഇരിക്കുന്നു? ആര് പറഞ്ഞത് എന്റെ മുറി കയറി ഇതെടുക്കാൻ? ഞാനിത് കണ്ടപ്പോ കാണുന്ന എല്ലാം നിനക്ക് കൈയടക്കണോ അല്ലേ? ബ്ലഡി ബാസ്റ്റേർഡ്. എന്താണെന്നോ ഈ തന്റെ പിടിച്ചിരിക്കുന്നു? വിഷ്ണു അതൊരിക്കലും ചെയ്യില്ല മോളെ. വിഷ്ണു പോകൂ. എന്റെ വീട്ടിൽ കയറിയ ആർച്ചിന്റെ പല്ലിയും കൊഴിക്കും. അവനെ ഇറക്കി വിട്ട് പിടിച്ചില്ലേ? അതിനവൻ എന്ത് തെറ്റ് ചെയ്തു? ഏത് തെറ്റ് ശരിയായിട്ട് അമ്മയ്ക്ക് എന്ന് തോന്നും. ചിലർക്ക് അവരുടെ തെറ്റിനെ ന്യായീകരണം കാണും. മനസാക്ഷി കുത്തുള്ളവരെ അത് പറയൂ. മനസ്സ് മരവിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മനസാക്ഷി? എല്ലാവരും അത്രക്കാരാവണമെന്നില്ല. നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അമ്മയും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഏതായാലും ഇത് വേണ്ടായിരുന്നടി. അമ്മയോട് ഞാൻ അത് തന്നെ പറയുന്നു. ഇത് വേണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ ഷേർലി കുഞ്ഞ് വിഷ്ണുവിനെ അങ്ങനെ അടിക്കൂ? അവളുടെ അഹങ്കാരം അല്ലാതെന്തുവാ? അതല്ല കുഞ്ഞെ, സംഗതി എന്താണെന്ന് അറിയണം. വർഷങ്ങളായിട്ട് ഒരു കുടുംബം പോലെ കഴിയുന്നവരല്ലേ നമ്മള്. വിഷ്ണു അവളുടെ ഗിറ്റാർ എടുത്ത് വായിച്ചു. അത് അവൾക്ക് പിടിച്ചില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പൊ തെറ്റ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണെന്ന് പറ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ അവനെ വഴക്കു പറയുകയോ ഇവിടുന്ന് പറഞ്ഞയക്കുകയോ ചെയ്യരുത്. ഒരു പ്രശ്നം ഉണ്ടായ നിലയ്ക്ക് എല്ലാവരും കൂടെ കൂടി അതൊന്ന് പറഞ്ഞൊതുക്കുന്നതല്ലേ നല്ലത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശങ്കരപ്പിള്ള ഈ സംഭവം അറിഞ്ഞില്ലെന്ന് വെച്ചാ മതി. അത് വിഷ്ണു എവിടെ? അകത്തുണ്ട്. വിഷ്ണു, വിഷ്ണു. ഈ ചെറിയ കാര്യത്തിന് നീ പിണങ്ങി അകത്തിരിക്കുകയാണോ? വരൂ, വരാൻ. വിഷ്ണു, എന്റെ മോൾ ചെയ്ത തെറ്റിനെ ഞാൻ മാപ്പി ചോദിക്കുന്നു. ആന്റി, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ഇവിടുന്ന് പോകാൻ പാടില്ല. ഞാനാ പറയുന്നേ. പക്ഷേ ഒരു പക്ഷവുമില്ല. നിന്നെ ഞാൻ വിടില്ല. അമ്മാവാ, എന്താ മോളെ? എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. എന്താ? വരൂ, പറയാം. വരൂ.
സ്നേഹം നിറഞ്ഞ ജെയിംസ് അച്ഛന് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അച്ഛൻ ഉടനെ ഇവിടെ എത്തണം. നമ്മുടെ വീട് കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ ആയിരിക്കുകയാണ്. ഡാഡിയെയും മമ്മിയെയും മോളെയും തിരുത്തിയില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും. അത് സംഭവിക്കാതെ നോക്കേണ്ടത് അച്ഛന്റെ കടമയാണ്.